എന്താണ് പി ആർ? ഇന്ന് നമ്മൾ ബിഗ് ബോസ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോക്സിലെ കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത് പി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഓഡിയൻസിന് മനസ്സിലാകാറില്ല എന്താണ് ഈ പി ആർ, എന്തുകൊണ്ടാണ് പി ആറിനെ കുറിച്ച് ഇവർ ഇത്രത്തോളം വെറീഡ് ആകുന്നത്. അതേപോലെ റീസെന്റ് ബിനി ക്ലെയിം ചെയ്യുകയുണ്ടായി അനുമോൾ ഏകദേശം 16 lakhs ആണ് പി ആറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് പി ആർ? ആക്ച്വലി പി ആർ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻഷിപ്പ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അത് ആക്ച്വലി നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പി ആർ വർക്ക് ബിഗ് ബോസിൽ യൂസ് ചെയ്യേണ്ടതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ, നമുക്ക് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ വിന്നറിനെ ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ വോട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇമോഷൻ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വോട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിൽ ഒരിക്കലും ഇപ്പോൾ 100 daysലേക്ക് ബിഗ് ബോസിലേക്ക് ഒരാൾ എൻട്രി ആകുന്ന സമയത്ത് അവർക്ക് ആ ബിഗ് ബോസിന്റെ അകത്ത് അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലൂടെ മാത്രമായിരിക്കും അവർക്ക് കണ്ടന്റ് ഓഡിയൻസിന് ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ TV ചാനൽസ് അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ കൺസ്യൂം ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടന്റിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, അതേപോലെ പല പ്ലാറ്റ്ഫോമിലാണ് ഇന്നത്തെ ഈ കണ്ടന്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് PR ടീം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൽ വിൻ ചെയ്യുക, നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് കളിച്ചോ അതിൻ്റെ അകത്തുള്ള മോഹൻലാൽ പറയുന്നുണ്ട് ഇത് മൈൻഡ് ഗെയിമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കളിച്ചാൽ വിൻ ചെയ്യാം. ഇറ്റ്സ് നോട്ട്. ഇതിന്റെ ആക്ച്വലി വിന്നറിന് ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്, അതേപോലെ തന്നെ PR വർക്കാണ്. അപ്പോൾ ആ PR വർക്ക് പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഫാൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് PR റീച്ച് കിട്ടും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനുവലി മീഡിയ ഏജൻസീസ് ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കണ്ടന്റിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളെയൊക്കെ ഒരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് നിങ്ങളെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് മാറ്റുന്നതിൽ ഈ PR വർക്കിന് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് നിങ്ങൾ അറിയാതെയാണ് ഈ ആക്ടിവിറ്റി നടക്കുക. കാരണം എന്തോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെ പോലും അവരത് വീഡിയോയുടെ എഡിറ്റിങ്ങിലൂടെ ആയിക്കോട്ടെ വേറെ പല ആക്ടിവിറ്റീസിലൂടെ ഒരു പോസിറ്റീവ് ഔട്ട്കം നിങ്ങളിലേക്ക് തരും. ഇനി അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. PR മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവർ ഇൻഫ്ലുവൻസേഴ്സ് ത്രൂ കണക്ട് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യും. അതേപോലെ യൂട്യൂബേഴ്സിനെ കണക്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബേഴ്സ് അവരുടെ ഒരു നരേറ്റീവ്, അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൽ എന്താണ് നടന്നതെന്നുള്ളത് അവരുടെ ഒരു പെർസ്പെക്ഷനിലൂടെ കൂടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ PR വർക്കിന് ഇത്ര എമൗണ്ട് ഒക്കെ കൊടുത്തു ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റീസെന്റ് ആര്യൻ ഔട്ടായ സമയത്ത് ആര്യൻ പറയുകയുണ്ടായി, ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതിന്റെ ഗെയിം, എന്തുകൊണ്ടാണ് ഞാൻ ഔട്ടായത് എന്നുള്ള റീസൺ പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഓഡിയൻസ് ആണ് അതിന്റെ അൾട്ടിമേറ്റ്. അതിൻ്റെ അകത്ത് തന്നെ വോട്ട് ഇറ്റ്സ് മാറ്റർ. ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലൂടെ ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇതിനൊരു റീച്ച് എത്തുക. ബിഗ് ബോസിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വന്നാൽ പോലും നിങ്ങൾക്കൊരു സ്ട്രോങ് PR ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അവർ കവറപ്പ് ചെയ്യുകയും നിങ്ങളുടെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയും, അതിന് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ഡാമേജ് ചെയ്യാത്ത രീതിയിൽ അവർ അതിൻ്റെതായിട്ടുള്ള പോസ്റ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുകയും അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യും. പക്ഷെ നിങ്ങളുടെ പാരൻസോ വീട്ടുകാരോ മാത്രമാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അല്ലെങ്കിൽ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് പുറത്തെത്തിക്കാനും അതിനൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്താനും പറ്റാതെ വരും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ റിയൽ ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR ചെയ്യുന്നവരാണ്. അപ്പോൾ അതിന് ഒരുപാട് ഏജൻസീസ് ഉണ്ട്, ഒരുപാട് മീഡിയ ടീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബിഗ് ബോസിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് മണിക്കുട്ടൻ, മീഡിയ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എപ്പോഴും ഇതിൻ്റെ ഒരു കണക്ഷൻസ് ഉണ്ടാവും. അവർ മീഡിയ ഏജൻസീസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതേപോലെ ഫിലിം ക്രിയേഷൻ, വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ അവർ വളരെ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സീസണിലാണെങ്കിൽ സാബുമോൻ, അതേപോലെ തന്നെ മണിക്കുട്ടൻ, പേളിമണി, അങ്ങനെ ഓരോരുത്തർക്കും മീഡിയ ടീം എത്രത്തോളം വലുതാവുന്നു അതിനനുസരിച്ച് അവർക്ക് ബിഗ് ബോസിൽ കൂടുതൽ നാളുകൾ നിൽക്കാനും അവർക്ക് ഒരു കണ്ടന്റ് ടീം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ശോഭ വിശ്വനാഥ് ലാസ്റ്റ് ടൈം കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അയൺ ലേഡി, സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ എന്നൊക്കെ ഉള്ള ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി ആളുകളിൽ എത്തിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവർ ഫൈനൽ ലിസ്റ്റിലേക്ക് വരെ എത്താനും സാധിച്ചു. അതേപോലെ തന്നെ ഈ പറഞ്ഞ അഖിൽമാരാണെങ്കിലും അദ്ദേഹം അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഈ മീഡിയ ടീം കവറപ്പ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പടിക്കാൻ പറ്റിയത്. അപ്പോൾ മാർക്കറ്റിംഗിലാണ് PR ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗിലാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ പ്രൊഡക്റ്റ്. പക്ഷെ PR
ഇതിലേക്ക് വരുമ്പോൾ ബിലീവ് ദ പേഴ്സൺ, ആ ആളെ വിശ്വസിപ്പിക്കാൻ, ആ ആളെ ട്രസ്റ്റ് വർത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലേക്ക് PR വർക്കിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് റോബിൻ രാധാകൃഷ്ണനെ അറിയായിരിക്കാം. അപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണുന്നതോ ബിഗ് ബോസിൻ്റെ ഒരു ഫാനായിട്ടുള്ള ആളുകളല്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഇവിടെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് വെരി റിലവൻറ്റ് ടു മാർക്കറ്റിംഗ്. നമ്മൾ PR വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എയർപോർട്ടിലൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ഘാടനങ്ങളായിട്ട് ബ്രാൻഡുകളുടെ കൊളാബറേഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി. അപ്പോൾ അതേപോലെ തന്നെ അഖിൽ മാരാർ ആയിക്കോട്ടെ, അവർ ഔട്ട്കം ഈ PR വർക്ക് അല്ലെ അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്തതിൻ്റെ ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിലുപരി അവർക്ക് പുറത്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫെയിം ഉണ്ട്. ആ ഫെയിമിലൂടെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. കാരണം ഇപ്പോൾ ബിഗ് ബോസിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്കും പുറത്തിരിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ പോസിബിൾ അല്ല. അപ്പോൾ പുറത്തൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ ദാറ്റ് നീഡ് എ ബിഗ് ടീം. കാരണം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വളച്ചൊടിക്കാനും അതിൻ്റെതായിട്ടുള്ള ടീം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വോട്ട് മാനിപ്പുലേഷൻ, റീസെൻ്റ്ലി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരികയുണ്ടായിരുന്നു. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്നത് വോട്ട് ബൈ ചെയ്യുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം വോട്ടിന് 2.5 lakhs വരെ ചാർജ് ചെയ്യുന്നുണ്ട്. ദർ ആർ പീപ്പിൾ ഹു ഹെൽപ്പിംഗ് ടു വോട്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് ബിസിനസ് ഇതിന്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട്. നമുക്ക് ബിഗ് ബോസിൽ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം, പക്ഷേ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ 24/7 ഈ പ്രോഗ്രാം ഇരുന്ന് കാണുക എന്നൊന്നും പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് സൈഡ് ഈ ബിഗ് ബോസിന്റെ ബിഹൈൻഡ് ദ സീനിൽ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരാളെ സപ്പോർട്ട് ചെയ്യുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ കൺവിൻസ് ചെയ്തു ത്രൂ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് അതിന്റെ സക്സസ്ഫുൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ചുമ്മാ പറ്റില്ല. അവർ പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് അവർ കണ്ടന്റ്, നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഏതൊരു PR ടീം ആണെങ്കിൽ പോലും ആ കണ്ടന്റിനെ നല്ല രീതിയിലേക്ക് യൂസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ബിഗ് ബോസ് ഹൗസിന്റെ അകത്തും അവർ കളിക്കണം, അതേപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തും അവർ കളിക്കണം. ബിഗ് ബോസ് ഹൗസിന്റെ പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PR ടീമിനെ സെറ്റ് ചെയ്യുന്നത്. പേഴ്സണലി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. കാരണം അത് ഇമോഷണലി ഭയങ്കരമായിട്ട് നമ്മളെ ഡാമേജ് ചെയ്യാനും നമ്മുടെ ടൈം കളയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ യു ഗൈസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പ്യുവർ മാർക്കറ്റിംഗ്. ഇതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ജയിക്കുന്നു അങ്ങനെയൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഇമോഷണലി ആർക്കാണോ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് ഏറ്റവും കൂടുതൽ വൈഡർ ഓഡിയൻസിലേക്ക് ആരാണോ റീച്ച് ആകുന്നത് അവരായിരിക്കും ഈ ഗെയിമിൻ്റെ വിന്നർ. സോ അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ അല്ലെങ്കിൽ PR റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.